ഇനി ഒരു സെന്റൻസിൽ എങ്ങനെ നമ്മൾ ഒബ്ജക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഓക്കെ, ഒരു സെന്റൻസിൽ എങ്ങനെ ഒബ്ജക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം? ഷീ റീഡ്സ് എ ബുക്ക് എന്നൊരു സെന്റൻസിൽ നമുക്കറിയാം സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റ് നമുക്ക് സെന്റൻസിൽ എപ്പോഴും ഉണ്ടാവില്ല. ഓക്കെ, ഒരു സെന്റൻസിൽ സബ്ജക്റ്റും വേർബും എന്തായാലും ഉണ്ടാവും, പക്ഷെ എപ്പോഴും നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഷീ റീഡ്സ് എ ബുക്ക്. ഓക്കെ, അപ്പൊ ഈ എ ബുക്ക് ഒബ്ജക്റ്റ് ആണോ എന്നറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, റീഡ്സ് വേർബാണ്. അപ്പൊ ഈ റീഡിനോട് എന്ത് അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദ്യം ചോദിക്കണം. അപ്പൊ ഷീ റീഡ്സ് എ ബുക്ക്. അപ്പൊ റീഡ്സ് എന്ത് റീഡ് ചെയ്യും? എന്ത് എന്ന് ചോദിച്ചു അല്ലെ? റീഡ്സിനോട് എന്ത് എന്ത് എന്നുള്ള ചോദ്യം ചോദിച്ചു. അപ്പൊ എന്താണ്? എ ബുക്ക്. അപ്പൊ എ ബുക്കാണ് അവിടെ ഒബ്ജക്റ്റ്. അപ്പൊ ഇവിടെ ഒബ്ജക്റ്റ് നമുക്ക് കിട്ടി, എ ബുക്ക്. അപ്പൊ ഈ സെന്റൻസിൽ എ ബുക്ക് ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പൊ ഒരു സെന്റൻസിൽ അത് ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ അതിനോട് ചോദ്യം ചോദിക്കണം, എന്ത് അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിക്കണം. അപ്പൊ ഒരു ആൻസർ കിട്ടിയാൽ ആ ആൻസർ ആണ് ഒബ്ജക്റ്റ്. ഇനി ഷീ ഈറ്റ്സ് ആൻ ആപ്പിൾ. അപ്പൊ ഇവിടെ ആൻ ആപ്പിൾ ഒബ്ജക്റ്റ് ആണോ എന്ന് നോക്കണം. അപ്പൊ നമ്മൾ എന്ത് അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിക്കണം. അപ്പൊ ഷീ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഉണ്ട്. ഓക്കെ, ഈറ്റ്സ് എന്ന് പറഞ്ഞ ആക്ഷൻ, വേർബാന്നറിയാം. ഇനി ആൻ ആപ്പിൾ ഒബ്ജക്റ്റ് ആണോ നോക്കാൻ എന്ത് അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിക്കണം. ഈറ്റ്സ് എന്ത് ഈറ്റ് ചെയ്യും? ആപ്പിൾ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടിയില്ലേ? അപ്പൊ ആൻ ആപ്പിൾ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഇനി ദേ പ്ലേ ഫുട്ബോൾ. ദേ പ്ലേ ഫുട്ബോൾ. അപ്പൊ ദേ എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്, പ്ലേ എന്ന് പറഞ്ഞ വേർബാണ്. അപ്പൊ സബ്ജക്റ്റും വേർബും എന്തായാലും സെന്റൻസിൽ ഉണ്ടാവും. ഇനി അടുത്തത് ഒബ്ജക്റ്റ് ആണോ, തന്നിരിക്കുന്ന സെന്റൻസ് ഒബ്ജക്റ്റ് ആണോ നോക്കാൻ എന്താണ്? എന്ത് അല്ലെങ്കിൽ എന്തിന് എന്ന് ചോദിക്കണം. ദേ പ്ലേ എന്ത് പ്ലേ ചെയ്യുന്നു? ഫുട്ബോൾ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി. അപ്പൊ ആ ഫുട്ബോൾ എന്താണ്? ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെയാണ് ഒരു സെന്റൻസിൽ തന്നേക്കുന്നത് ഒബ്ജക്റ്റ്. ഒരു സെന്റൻസിൽ നിന്ന് നമ്മൾ ഒബ്ജക്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ. ഓക്കെ.